സംഗീതം എന്നുള്ളത് കാലാകാലങ്ങളായി നമ്മെ ഞെട്ടിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ്. സംഗീതം ഇന്നേ വരെ ഒരു സംഗീതകാരനും നിർവചിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ഓരോ അക്ഷരങ്ങളുടെയും പലതരം ശബ്ദങ്ങൾ അത് ഓരോ സംഗീതജ്ഞനെയും ഞെട്ടിച്ചുകൊണ്ടേയിരിക്കും. ആ ശബ്ദങ്ങളാണ് പിന്നീട് ഓരോ ഭാഷകളായി പിന്നീട് തരംതിരിഞ്ഞ് ഓരോ ശിഷ്യനിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ ഗാനങ്ങളായി ഉണ്ടായത്. സംഗീതത്തിൻ്റെ വിളനിലങ്ങൾ ഇതുവരെ ആർക്കും ഒരു ചെറിയ ഒരു നിർവചനം പോലും നൽകാൻ സാധിച്ചിട്ടില്ല. സംഗീതം അനന്തമായ ഒരു സാഗരമാണെന്ന് വലിയ വലിയ ഗാനഗന്ധർവന്മാർ മുൻപേ പറഞ്ഞത് എത്ര മനോഹരം. സംഗീതമെന്നാൽ ഒരു ഗിറ്റാറോ അതല്ലെങ്കിൽ ഒരു വീണയോ അതിലും മീട്ടുന്ന ഒച്ചയോ ആകില്ല. ഒരു ഗിറ്റാർ അത് നാം പല രീതിയിൽ മീട്ടുമ്പോൾ അതിന് പല രീതിയിൽ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റുന്നത് പോലെ സംഗീതവും നമ്മൾ പല രീതിയിൽ അതിനെ ഉപയോഗിക്കുമ്പോൾ പല രീതിയിലുള്ള സൗണ്ടുകളും ഗാനങ്ങളും ഉരുത്തിരിഞ്ഞു വരും. കാലാകാലങ്ങളിലായി പണ്ഡിതന്മാർ സംഗീത ശിരോമണികൾ അവർക്കിഷ്ടമുള്ള രീതിയിൽ അതിനെ മീട്ടുമ്പോഴായിരുന്നു പുതിയ കവിതകൾ പുതിയ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്. കാലാകാലങ്ങളായി ജനങ്ങളെ സന്തോഷിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു ലഹരി തന്നെയാണ്, അതല്ലെങ്കിൽ ഒരു ലഹരി തന്നെയായിരുന്നു സംഗീതം. സംഗീതത്തിൻ്റെ അപ്പുറമുള്ള ഒരു ലഹരിയും ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇന്നൊരു സംഗീതം, നാളെ ഒരു സംഗീതം, അതിനുശേഷം വേറൊരു സംഗീതം. സംഗീതം അവസാനിക്കുന്നേയില്ല. സംഗീതജ്ഞന്മാർ അവസാനിക്കുന്നു. അന്നുണ്ടാക്കിയ സംഗീതം ഇന്നുള്ള തലമുറയ്ക്ക് പറ്റുന്നില്ല. അതേസമയം ഇന്നുള്ള സംഗീതം നാളെയുള്ള തലമുറയ്ക്ക് പറ്റുന്നില്ല. ഇത് തന്നെയാണ് സംഗീത നിർവചനം സാധ്യമല്ല എന്ന് പ്രധാന പണ്ഡിതന്മാർ പണ്ടുമുതലേ പറഞ്ഞിരുന്നത്. കവിതകളായും ശാസ്ത്രീയ കാര്യങ്ങളായും ലളിതഗാനങ്ങളായും റോക്ക് മ്യൂസിക്, വെസ്റ്റേൺ മ്യൂസിക്, അറബ് സംഗീതം അങ്ങനെ പല രീതിയിലാണ് സംഗീതത്തിൻ്റെ ശാഖകൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഒരു ഗിറ്റാറിൻ്റെയോ ഈണയുടെയോ ഒരു കമ്പി നാദം അത് നമ്മൾ പല രീതിയിൽ മീട്ടുമ്പോഴാണ് സംഗീതമുണ്ടാകുന്നത്. പക്ഷേ വേറൊരു കമ്പി നാദം നമ്മൾ മീട്ടുമ്പോൾ വേറൊരു ശബ്ദവും, വേറൊന്ന് നീട്ടുമ്പോൾ അതേപോലെ തോന്നിക്കുന്ന മറ്റു ശബ്ദങ്ങൾ ഉണ്ടാകും. ശ്രോതാക്കൾക്ക് എപ്പോഴും ഇത് എങ്ങനെ മാറി വരുന്നുവെന്ന് തിരിയുന്നില്ല. ഇതിനെപ്പറ്റി അവർ മനസ്സിലാക്കുന്നില്ല. എങ്കിൽ കൂടി സംഗീതത്തെ പഠിക്കാനും അത് മനസ്സിലാക്കി ചെയ്യുവാൻ സാധിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അത്ഭുതകരമായ രീതി. ശാസ്ത്രമില്ലെങ്കിലും അത് ശാസ്ത്രമാണെങ്കിലും അതിൻ്റെ ഇടയിലുള്ള എന്തോ ആണ് എന്നാണ് സംഗീതത്തെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു സ്കൂളിലോ ഒരു പഠനശാലയിലോ പോയി പഠിക്കാവുന്നതും എന്നാൽ തൻ്റെ ഗുരു എത്ര നല്ല രീതിയിൽ സംഗീതജ്ഞനാണോ എന്ന രീതിയിൽ അതേപോലെ ഒരു ശിഷ്യനാകാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ആയാൽ തന്നെ അത് ചിലപ്പോൾ ഗുരുവിനേക്കാളും വലിയ സംഗീതജ്ഞനാകാം. ഇവിടെയാണ് സംഗീതത്തിൻ്റെ മാസ്മരികത നിലനിൽക്കുന്നത്. ഇത്രയും തന്നെ
ഇനി സംഗീതത്തിൻ്റെ ആദ്യത്തെ ഒരു നിർവചനമായി തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. വരും എൻ്റെ ഈ ചാനലിൽ വരുന്ന എപ്പിസോഡുകൾ എങ്ങനെ ഒരു സംഗീതം ഉണ്ടാക്കാമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. അതിന് നിങ്ങളടുത്ത് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരുന്നു. സംഗീതമായ ഈ അനന്ത സാഗരത്തിൽ നമുക്ക് ആഴങ്ങളിൽ ഊളിയിട്ടുകൊണ്ട് നമുക്ക് പറന്നിറങ്ങാം. നന്ദി, നമസ്കാരം.